ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുർമി വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പാസ്ട്രി ഷീറ്റ് വെച്ചുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അതൊരു സ്നാക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ഇന്നാളൊരു പാസ്ട്രി ഷീറ്റ് വെച്ചൊരു റോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പാസ്ട്രി ഷീറ്റ് വെച്ച് മുട്ട കൊണ്ടൊരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയെന്ന് നോക്കിയാലോ. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അതിന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനായി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. അതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. 2 സവാള ചെറുതാക്കി കട്ട് ചെയ്ത് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 2 മുളക് കട്ട് ചെയ്തത് നമുക്കിതിലോട്ട് ഇട്ടെടുക്കുക. ചെറുതാക്കിയാണ് കട്ട് ചെയ്തത്. ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്തെടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും കൂടി ഇതിലോട്ട് ചേർത്തെടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ഇനി രണ്ടാമത്തെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പോകാം. അതിനു വേണ്ടി ഞാനൊരു ക്യാരറ്റും ക്യാബേജും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തെടുക്കുക. നമുക്കിനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഗാർലിക് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഗാർലിക് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൂമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവർ കമൻറ്റിൽ എഴുതിയാൽ മതി, ഞാനിത് റെസിപ്പി ഇടുന്നതാണ്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളുടെ ഈ രണ്ടാമത്തെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ 3 മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഓരോ മുട്ടയും 4 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഫില്ലിങ് തുടങ്ങുന്നത്. അതിനായി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ടുണ്ട്, നമ്മുടെ ഉള്ളി അതൊക്കെ ഇട്ടുവെച്ച ആ കൂട്ടും പിന്നെ നമുക്ക് വേണ്ടത് പാസ്ട്രി ഷീറ്റാണ്. അത് തന്നെ എടുക്കുക നിങ്ങൾ. ഇനി നിങ്ങൾക്ക് പാസ്ട്രി ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ മാവാക്കിയിട്ട് നിങ്ങൾക്ക് സ്ക്വയർ രൂപത്തിൽ അത് പരത്തിയെടുത്താൽ മതി. പിന്നെ ക്യാബേജും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു കൂട്ടും ഉണ്ട്. അപ്പോൾ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാസ്ട്രി ഷീറ്റ് എടുക്കാം. അതിലോട്ട് നമ്മളുടെ ഫസ്റ്റ് ക്യാരറ്റിൻ്റെ ആ ക്യാബേജിന് കൂട്ടിടാം. പിന്നെ ഒരു എഗ്ഗിൻ്റെ കഷ്ണം വെക്കുക. അതിനുശേഷം നമ്മളുടെ ഉള്ളിയും അതൊക്കെ ഇട്ട ആ ഒരു ബാറ്ററും കൂടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 4 സൈഡും കൂടി കവർ ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നിങ്ങൾ കവർ ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾ ഒട്ടാത്ത ഭാഗത്തൊക്കെ മൈദ പേസ്റ്റാക്കിയിട്ട് നമ്മൾ അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്, ഒട്ടാത്ത ഭാഗത്തൊക്കെ. ഇതേപോലെ നമുക്ക് എല്ലാ പാസ്ട്രി ഷീറ്റ് വെച്ച് ഇതേ ഷേപ്പിൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞങ്ങളിവിടെ എല്ലാതും ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്തെടുത്താൽ മതി. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അധികം എണ്ണ വേസ്റ്റ് ആവും ചെയ്യില്ല, നിങ്ങൾക്ക് കുറച്ച് എണ്ണ എടുത്താലും മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ഓരോന്നും ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് സിമ്മിലാണ് ഇടേണ്ടത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശമൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് മറിച്ചിട്ട് നോക്കാം.
എല്ലാം നല്ലപോലെ ബ്രൗണായി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇനിയും ബ്രൗണായി കിട്ടണം. അപ്പോൾ നമ്മൾ വീണ്ടും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ നമ്മുടെ പാസ്ട്രി ഷീറ്റ് കൊണ്ടുള്ള പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അധികം എണ്ണ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. പിന്നെ എണ്ണ ഒന്നും അധികം ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിന്ന് പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ബൈ, അസ്സലാമു അലൈക്കും.